ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബസ് ഇറ്റ് മാനേജ് ചാനൽ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഫാൻസ് ട്രിപ്പോ ടൂറിസ്റ്റ് ബസ് റിലേറ്റഡ് വീഡിയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നൈറ്റ് സർവീസ് ബസ്സിൽ കയറി എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ജേർണി അടൂരിൽ നിന്നും കോയമ്പത്തൂർ വരെയാണ്. A1 ട്രാവൽസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് ടൈം 8:15 ആണ്. 8:18 ആയപ്പോഴത്തേക്ക് വേണ്ട ബസ് ദേ അങ്ങ് വരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. എനിക്ക് ഈ ഒരു യാത്രയിൽ അടൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ പോകാൻ എത്ര രൂപയായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞു തരാം. അപ്പോൾ A1 ട്രാവൽസിന്റെ നോൺ AC ബസ്സിലാണ് ഞാൻ പോകുന്നത്. സ്ലീപ്പർ കം സീറ്റർ ബസ്സാണിത്. ഇതൊരു സിംഗിൾ ആക്സിൽ ബസ്സാണ്. പ്രകാശിന്റെ ബോഡിയിൽ ചെയ്തേക്കുന്ന ഒരു നോർമൽ ബസ്സാണ്. ഈ ബസ് കൊട്ടാരക്കരയിൽ നിന്ന് എടുത്തിട്ട് കോയമ്പത്തൂർ ഗാന്ധിപുരം വരെയാണ് ഇതിന്റെ സർവീസ് നടത്തുന്നത്. ഞാൻ പോകുന്നത് അടൂരിൽ നിന്ന് കോയമ്പത്തൂർ ഗാന്ധിപുരം വരെയാണ്. ഞാൻ എന്തായാലും നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യമായിട്ടാണ് നൈറ്റ് സർവീസ് സ്ലീപ്പർ ബസ്സിനകത്ത് ഞാൻ കയറാൻ പോകുന്നത്. അടൂർ വൺ വേക്ക് അടുത്തുള്ള സെന്റ് മേരീസ് സ്കാനിങ് സെന്ററിന്റെ ഓപ്പോസിറ്റിൽ ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്. അതിന്റെ ഫ്രണ്ടിലാണ് ഇതിന്റെ ബോർഡിംഗ് പോയിന്റ്. ഇതുവരെ നൈറ്റ് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സിന്റെയും ബോർഡിംഗ് പോയിന്റ് ദേ ഇവിടെ തന്നെയാണ്. അപ്പോൾ സിംഗിൾ ആക്സിൽ പ്രകാശിന്റെ വെഗ ബോഡിയിൽ തീർത്ത ഒരു ബസ്സാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഉള്ളിലോട്ട് കയറി നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഐശ്വര്യമായിട്ട് വലതുകാൽ വെച്ച് ദേന്റെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ക്യാബിൻ. അപ്പോൾ നമുക്ക് ഇതുണ്ട് ഇവിടെ A1 ട്രാവൽസ് വെൽക്കംസ് യു എന്നും പറഞ്ഞ് ഡോറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. ഇതിന്റെ സീറ്റിംഗ് ലേഔട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 2+1 സ്ലീപ്പർ ബെർത്ത് ആണ്. ഒരു സൈഡിൽ 2 അപ്പർ ബെർത്തും ഇപ്പുറത്തെ സൈഡിൽ അപ്പർ ആൻഡ് ലോവർ സിംഗിൾ ബെർത്ത്. പിന്നെ 2 അപ്പർ ബെർത്തിന്റെ അടിയിലായിട്ട് 2 സീറ്റും ഉണ്ട്. പുഷ് ബാക്ക് സീറ്റാണ്. വണ്ടിയുടെ ഇന്റീരിയർ ഫുൾ ഒരു ബ്ലൂ ആംബിയന്റ് ലൈറ്റ് ഇട്ടേക്കുവാണ്. ഫുൾ ഒരു നീലമയമാണ്. ബാക്കിലായിട്ടൊരു റിഫ്രിജറേറ്റർ കണക്കൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതെന്തുവാന്ന് നമുക്ക് ഡ്രൈവറോട് തന്നെ പോകുന്ന വഴിയിൽ ചോദിക്കാം. നമ്മുടെ ബെർത്ത് ഇതാണ്, സിംഗിൾ ബെർത്ത് U4, ബാക്കിൽ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് ബെർത്ത്. അപ്പം ഒരു 8:23 ആയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ബെർത്തിൽ കയറണ്ടെന്നും പറഞ്ഞ് താഴെയുള്ള സീറ്റിൽ വന്നിരിക്കുകയാണ്. കാഴ്ചയൊക്കെ ചുമ്മാ കാണാമെന്ന് പറഞ്ഞ്. ഇതിനകത്ത് ടോട്ടൽ 20 ബെർത്തും 20 സീറ്റുമാണ് വരുന്നത്. അങ്ങനെ വണ്ടി എടുത്ത് അവിടുന്ന് വണ്ടി ബൈപ്പാസിലോട്ട് പോവാണ്. ബൈപ്പാസ് വഴി വീണ്ടും അടൂർ ടൗണിലെത്തിയിട്ട് നമ്മൾ പത്തനംതിട്ട ചെന്നിട്ടാണ് ഈ ബസ് പോകുന്നത്. അതിൻ്റെ റൂട്ട് ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് ബൈപ്പാസിലോട്ട് ഇതിൻ്റെ കയറുകയാണ്. അപ്പോൾ ഇതിനകത്ത് വണ്ടിക്കകത്ത് ഫുൾ ഇരുട്ടായതുകൊണ്ട് അധികം കാഴ്ചയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. വണ്ടിയുടെ ഇൻറ്റീരിയറിനുള്ള ഫ്ലാഷ് ഇട്ടിട്ട് കാണിക്കാം. ഇതാണ് എൻ്റെ സീറ്റ്. അടിയിൽ വരുന്ന സീറ്റ് ഇതാണ്. ബെർത്തിനും സീറ്റിനും ഡിഫറെൻറ്റ് റേറ്റാണ്. സീറ്റിന് റേറ്റ് കുറവാണ്. അതിൻ്റെ മുകളിൽ റീഡിംഗ് ലാംപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വിച്ച് ഇടുമ്പോൾ ഒന്നും കത്തുന്നില്ല. കണക്ഷൻ ഓണാക്കാത്തതാണോ കണക്ഷൻ കൊടുക്കാത്തതാണോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് പതുക്കെ ഡ്രൈവറിൻ്റെ അടുത്ത് സമയം പോലെ ചോദിക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ബെർത്തിൽ കയറിയിട്ട് എടുത്ത വീഡിയോ ആണ്. ബെർത്തിലിരുന്നുള്ള കാഴ്ചയാണ് അതൊക്കെ. നമ്മൾ വരുന്ന വഴി ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പം ചെറുതായിട്ടൊരു വിശപ്പ് വന്നതുകൊണ്ട് സ്നിക്കേഴ്സ് കഴിക്കുകയാണ്. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ബെർത്തിലിരുന്ന് കണ്ട ചന്ദ്രനെയൊക്കെ കണ്ടുകൊണ്ട് ഒരു അടിപൊളി യാത്രയായിരുന്നു. ആ കാണുന്നത് ചന്ദ്രനാണ്, നമ്മുടെ മൂൺ. നേരെ വീഡിയോക്കകത്ത് കിട്ടത്തില്ല, പക്ഷേ നേരിട്ടുള്ള കാഴ്ച നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് എന്തായാലും ഉറക്കമില്ലാത്ത യാത്രയാണ്. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ നാഷണൽ ഹൈവേയിൽ NH കയറും. അപ്പോൾ നമ്മൾ എന്തായാലും ക്യാബിനിലിരിക്കും. ക്യാബിൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ ബെർത്തിലിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഫുൾ ഇരുട്ടാണ്. നിങ്ങൾക്കൊന്നും കാണാൻ വയ്യെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാബിൻ വീഡിയോസൊക്കെ എടുക്കാനുള്ള പ്ലാനുണ്ട് NH കയറി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇന്ന് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. അങ്ങനെ സമയം 11:12 ആയിട്ടുണ്ട്. നമ്മൾ കോട്ടയത്ത് എവിടെയോ ആണ്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. വണ്ടിയിലുള്ള സ്റ്റാഫും പിന്നെ കുറച്ച് പാസഞ്ചേഴ്സും ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പുറത്തൊരു ഹോട്ടലിലോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ ഹോട്ടലിലേക്കാണ് പോയേക്കുന്നത്. എനിക്കിപ്പോൾ വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും പോകുന്നില്ല. വരുന്ന വഴി ഫുഡ് കഴിച്ചിട്ടാണ് ബസ്സിൽ കയറിയത്. പിന്നെ വണ്ടിക്കകത്ത് വെച്ച് സ്നിക്കേഴ്സും പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്, ചെറുതായിട്ട് വിശപ്പ് വന്നപ്പോൾ സ്നിക്കേഴ്സും വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറച്ചായിരുന്നു. കേട്ടിട്ടില്ലേ, ഹംഗ്രി എടുക്കൊരു സ്നിക്കേഴ്സ്. സ്നിക്കേഴ്സ് അധികം കഴിച്ചുകൂടാ, സ്നിക്കേഴ്സ് പ്രശ്നക്കാരനാണെന്ന് ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതാണ്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡാണിത്. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ സ്റ്റിക്കർ അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ് വരുന്നത് കണ്ടത്. ബ്രഹ്മാസ്ത്ര എന്നും പറഞ്ഞൊരു ബസ്സാണ്. അത് നമ്മൾ അങ്ങ് അടു നിന്നപ്പോൾ ചോയ്സ് കണ്ടിരുന്നു. വീഡിയോക്കകത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 11:25 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ചു. ഇനി എന്തോ പരിപാടി എന്ന് വെച്ചാൽ അതിന് നേരെ നമ്മൾ ക്യാബിനിൽ പോവുക. കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ, കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ NH കയറും.
ഇപ്പോൾ വണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഡ്രൈവർ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു NH ആകുമ്പോഴത്തേക്ക് ഞാൻ ക്യാബിനിൽ വീഡിയോ എടുക്കാൻ വന്നോട്ടെ എന്ന്. അപ്പോൾ വന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പെർമിഷനൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. ഇനി NH കയറേണ്ട താമസം. അപ്പോൾ വേണ്ട ഗൈസ്, ഞാൻ കാത്തിരുന്ന നിമിഷം തന്നെ നമ്മൾ NHലോട്ട് കയറുകയാണ്. ഇപ്പം അതൊക്കെ NHലോട്ട് കയറുകയാണ്. അപ്പോൾ ഇനി എന്ത് പരിപാടി എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഫുള്ള് ക്യാബിൻ വീഡിയോസ് ആയിരിക്കും കൂടുതലും. Apa tu? Tapi ni kan?
അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെൻ്റെ ബർത്തിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി റൈറ്റ് സൈഡിൽ മൈലാഞ്ചി ഹോളിഡേയ്സ് ഒരു പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു പെട്രോൾ പമ്പ് അവരുടെ വീക്ക്നെസ് ആണ്. നമ്മളിപ്പം വീണ്ടും തിരിച്ച് ബർത്തിൽ വന്നേക്കുവാണ്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. സൈഡിലും അവിടെ എല്ലായിട്ട് കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ട ഇവിടെ ഒരു ഇതുണ്ട്, റീഡിംഗ് ലാമ്പ് ഉണ്ട്. ഇത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വർക്കാകുന്നില്ല, സ്വാഭാവികം. ഞാൻ മറ്റേ ഡ്രൈവറിനോട് ചോദിച്ചായിരുന്നു, പുള്ളി പറഞ്ഞ കണക്ഷൻ ഇങ്ങോട്ട് ഓൺ അല്ലെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇതാണ്ട് ഫ്രണ്ടിൽ ഇതാണ്ട് ഒരു ബാഗ് ഹോൾഡർ, ലഗേജ് ഹോൾഡർ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും കൂടെ വരുന്നുണ്ട്. എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. സൈഡിൽ ബോട്ടിൽ ഹോൾഡറിൻ്റെ അവിടെ എൻ്റെ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു പെട്ടി പോലത്തെ ഒരു സംഭവം കാണിച്ചില്ല ഏറ്റവും ബാക്കിൽ, അതും ലഗേജ് ഒക്കെ വെക്കാനുള്ള സെറ്റപ്പ് ആണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പിന്നെ ചാർജിങ് പോർട്ടും അതുപോലെ മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തായാലും വർക്കിംഗ് ആണ്. ഞാൻ ഇതിനകത്താണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ കുത്തി കാണിക്കാൻ വേറെ ഫോണൊന്നും എൻ്റെ കയ്യിലില്ല. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കുതിരാൻ ടണൽ എത്താറാകുമ്പോൾ നമ്മൾ വീണ്ടും ക്യാബിനിൽ പോകുന്നതായിരിക്കും. ക്യാബിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ലെയ്ലാൻഡിൻ്റെ എൻജിൻ സൗണ്ട് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. വല്ലാത്ത സാറ്റിസ്ഫാക്ഷനാണ്, വേറെ ലെവൽ ഫീലാണ്, വല്ലാത്തൊരു വൈബാണ്. പ്രത്യേകിച്ച് ആക്സിലറേറ്റ് ചെയ്യുന്ന ആ ഒരു സൗണ്ട്. നിങ്ങളൊരു ലെയ്ലാൻഡ് ഫാൻ ആണെങ്കിൽ കമൻറ്റ് ഇടുക. അവിടെ അപ്പുറത്തെ ടണലിൽ എന്തോ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. ഈ ഒറ്റൊരു ടണലിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ വിട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഈ യാത്ര പോയ സമയത്ത് ഇതുപോലെ ബാരിക്കേഡ് നടുക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിൾ ടണലിൽ കൂടെയാണ് വണ്ടികൾ വിട്ടുകൊണ്ടിരുന്നത്. ഇനി ഈ ഒരു യാത്രയ്ക്ക് എനിക്ക് എത്ര രൂപയാണ് എക്സ്പെൻസ് ആയിട്ട് വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു യാത്ര പോയിട്ട് ഞാൻ കുറേ മാസങ്ങളായി. ആ പോയ സമയത്ത് എനിക്ക് 712 രൂപ. ടിക്കറ്റ് റേറ്റ് 750 രൂപയായിരുന്നു. A1 ട്രാവൽസിൻ്റെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് 712 രൂപയാണ് എനിക്ക് അടൂർ നിന്ന് കോയമ്പത്തൂർ വരെ ആയത്. ബെർത്തിനാണ് അത്രയും റേറ്റ് വരുന്നത്. താഴെയുള്ള സീറ്റ് ഉണ്ടല്ലോ, സീറ്റിന് അത്രയും റേറ്റ് ആവത്തില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു റേറ്റ് ഫിക്സ്ഡ് അല്ല. അടൂന്ന് കോയമ്പത്തൂർ വരെ പോകാൻ 750 രൂപ അല്ലെങ്കിൽ 712 രൂപയ്ക്ക് എപ്പോഴും ഒന്നും പോക്ക് നടക്കത്തുമില്ല. കാരണം റേറ്റ് അവർ മാറ്റിയും തിരിച്ചൊക്കെ ഇട്ടുകൊണ്ടേ ഇരിക്കും. ഇപ്പം വീക്കെൻഡിലൊക്കെ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സീസൺ സമയത്താണെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. 1000-ന് മുകളിലൊക്കെ പോകുന്ന സമയമുണ്ട്. നമ്മുടെ ഈ ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ റേറ്റ് ഇതുപോലെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഞാൻ ഈ യാത്ര പോയപ്പോൾ എനിക്ക് 712 രൂപയാണ് ആയത്. 750 രൂപയാണ്, അതിൽ നിന്ന് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടി. 712 രൂപയ്ക്ക് ഞാൻ പോയി. അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പ് പോയതിന് കുറേ മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും A1 ട്രാവൽസിൽ നിന്ന് ട്രിവാൻഡ്രം തൊട്ട് കോയമ്പത്തൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് 760 രൂപ ആയിട്ടുള്ളൂ. 800 രൂപയായിരുന്നു അന്നത്തെ ടിക്കറ്റ് റേറ്റ്. അത് ഡിസ്കൗണ്ട് വന്നിട്ട് 760 രൂപ എനിക്ക് ആയുള്ളായിരുന്നു. പിന്നെ വണ്ടി എങ്ങനെയുണ്ട്, ട്രാവൽ കംഫോർട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, വണ്ടി നിങ്ങൾ കാണാമല്ലോ, ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമായിരുന്നു. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ പെയിൻ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇളകിയിരിപ്പുണ്ട്. അത്രയ്ക്ക് വെൽ മെയിൻറ്റൈൻഡ് വണ്ടി അല്ല സത്യം പറഞ്ഞാൽ. അത്യാവശ്യം പഴക്കമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടൊക്കെ കൊണ്ടു നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരുന്നു തന്നെ വണ്ടി. പിന്നെ ട്രാവൽ കംഫോർട്ടിൻ്റെ സൈഡിൽ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് അത്രയ്ക്ക്
കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സിംഗിൾ ആക്സിൽ വണ്ടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതും നോൺ ഐ.സി.യു ആണ്. അതുപോലെ തന്നെ അടൂർന്ന് ഈ NH കയറുന്നതിന് മുമ്പ് വരെ പത്തനംതിട്ട, കോട്ടയം ആ വഴിയാണ് നമ്മൾ വന്നത്. സോ ഒരുപാട് വളവും തിരിവൊക്കെയുള്ള വഴിയാണ്. അപ്പം നല്ലപോലെ വണ്ടി വളയ്ക്കുന്നൊക്കെ നല്ലപോലെ അറിയാനുണ്ടായിരുന്നു. ഒലച്ചിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഞാൻ ബാക്കിൽ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് റോ ആയിരുന്നു എൻ്റെ ബെർത്ത്. അതും ടയറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്. അപ്പോൾ നല്ലപോലെ ഒലച്ചിൽ അറിയാനുണ്ടായിരുന്നു. ബട്ട് ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് കോയമ്പത്തൂർ പോയ സമയത്ത് ഈ ഒരു കാരണം കൊണ്ട് പ്രോപ്പർ നടുക്കായിട്ടുള്ള ബെർത്ത് എടുത്തു. ഒലച്ചിൽ കുറവായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും അന്ന് അത്യാവശ്യം ഒലച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് NHൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അന്നും വണ്ടി വളഞ്ഞു പുളഞ്ഞും പിന്നെ പെട്രോളൊക്കെ വീണ് നല്ല ഒലച്ചിലുണ്ടായിരുന്നു. സിംഗിൾ ആക്സിലാണ്. സോ മൾട്ടി ആക്സിലോ ലക്ഷറി ബസ്സൊന്നും അല്ല. അപ്പം അത്രയും കംഫർട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടാണ് അത്രയും ഒലച്ചിലും എല്ലാം നമ്മൾ അറിയാൻ പറ്റുന്നത്. അവിടെ സീറ്റിൽ താഴത്തെ സീറ്റിൽ ഇരുന്ന് പോകുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും ഒലച്ചിലും ഒന്നും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രയൊക്കെയാണ് എനിക്ക് ഓവറോൾ പറയാനുള്ളത്. പിന്നെ വീഡിയോയ്ക്കകത്ത് സ്റ്റാഫ്സിനെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അവർക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്താഞ്ഞത്. അങ്ങനെ വെളുപ്പിനെ 2:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം, പിന്നെ വാഷ്റൂം യൂസ് ചെയ്യേണ്ടവർക്ക് വാഷ്റൂം യൂസ് ചെയ്യാം. അടൂർ വഴി വേറെയും ബസ്സുകളുണ്ട് കോയമ്പത്തൂർ വഴി പോകുന്നത്. പക്ഷേ അതൊക്കെ കോയമ്പത്തൂർ സിറ്റി ടച്ച് ചെയ്യത്തില്ല, ബൈപ്പാസ് വഴി പോകത്തേ ഉള്ളൂ. ബൈപ്പാസിലാണ് ഡ്രോപ്പിംഗ് പോയിന്റ്. അടൂന്ന് സർവീസ് നടത്തുന്ന വേറെയും കുറേ സ്ലീപ്പർ ബസ്സൊക്കെ ഉണ്ട്. JSRൻ്റെ ഉണ്ട്, പിന്നെ JSRൻ്റെ തന്നെ സ്കാനിയയുടെ ഉണ്ട്, സെമി സ്ലീപ്പർ ബസ്സൊക്കെ. പക്ഷെ അതൊന്നും ഗാന്ധിപുരം ടച്ച് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഏവൻ ട്രാവൽസിൽ കയറിയത്. അവിടുന്ന് ഏവൻ ട്രാവൽസ് മാത്രമേ ഉള്ളൂ കോയമ്പത്തൂർ സിറ്റിക്കകത്ത് കയറുന്നത്. ഗാന്ധിപുരത്തോട്ട് ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ. എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നേലും ഒരിക്കൽ ഏതെങ്കിലും ഒരു മൾട്ടി ആക്സിൽ ലക്ഷറി ബസ്, വോൾവോയോ സ്കാനിയായോ ഏതെങ്കിലും ഒരു ബസ്സിനകത്തും കൂടെ യാത്ര നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എപ്പോഴേലും സാധ്യമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ചായ കുടിക്കാനായിട്ട് നമ്മുടെ സ്റ്റാഫുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2-3 പാസഞ്ചേഴ്സും ചായയൊക്കെ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ സംശയം അതല്ല, സ്റ്റാഫുകൾ ചായ കുടിക്കാൻ പോയത് ഓക്കെ, അവർ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ ഉറങ്ങിക്കിടന്ന 2-3 പേര് പോയി പാസഞ്ചേഴ്സ് പോയി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും വന്ന് വണ്ടി കയറി കിടന്നു. എന്തിനാണാവോ എന്തോ, അതൊക്കെ പിന്നെ അവരുടെ ഇഷ്ടമാണ് ചായ കുടിക്കണോ വേണ്ട എന്നൊക്കെയുള്ള എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തു. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കോയമ്പത്തൂർ എത്താൻ വേണ്ടി. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് നേരത്തെ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. സക്സസ്ഫുള്ളി ലാൻഡഡ്. 4:30 ആയിരുന്നു ഡ്രോപ്പിംഗ് ടൈം. 4:25 ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്തേണ്ട സ്ഥലത്ത് ഇവിടുന്നും കുറേ പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ പിടിച്ചെടുത്ത സ്ഥലത്തോട്ട് പോവാണ്. പിന്നെ ഈ ഒരു യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു സ്ലീപ്പർ ബസ്സിനകത്തുള്ള യാത്ര. അങ്ങനെ ആ ഒരു ആഗ്രഹവും സാധ്യമായി. ഇനി ഒരു മൾട്ടി ആക്സിൽ ബസ്സിൽ കയറിയ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.